കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു സംശയത്തിനുള്ള മറുപടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതായത് മഴക്കാലത്ത് പപ്പായ ചെടികൾക്ക് കൊടുക്കാനുള്ള പരിചരണം എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. മഴക്കാലത്താണ് പപ്പായ ചെടിയെ ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങൾ കണ്ടുവരാറുള്ളത്. ഇലകളെല്ലാം മഞ്ഞ കളറിലാവുക, അതേപോലെ തന്നെ പുതിയതായി വരുന്ന ഇലകളെല്ലാം ചുരുണ്ടുകൂടി വികൃതമായ ആകൃതിയിൽ ഉണ്ടാവുക തുടങ്ങിയ ഒരു പ്രശ്നങ്ങളാണ് പപ്പായ ചെടികളെ ബാധിക്കാറുള്ളത്. അപ്പോൾ പപ്പായ ചെടികൾ മഴക്കാലത്തും രോഗങ്ങളൊന്നും വരാതെ സംരക്ഷിച്ച് നിർത്താനുള്ള നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ കൃഷി മാസ്റ്ററിലൂടെ പങ്കുവെക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പപ്പായയുടെ ചുവട്ടിലെ ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കാത്ത വിധം മണ്ണ് കൂട്ടി കൊടുക്കുക എന്നതാണ്. ആ ഭാഗത്ത് നിന്നും മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള ചാലുകൾ കൂടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതും നല്ലതാണ്. റെഡ് ലേഡി പോലെയുള്ള പപ്പായ ആണെങ്കിൽ നാടൻ പപ്പായ പോലെ ഉയരത്തിൽ പോവാതെ ചുവട്ടിൽ നിന്ന് തന്നെ നിറയെ കായ്ഫലം ലഭിക്കും. അതുകൊണ്ട് ഡ്രമ്മുകളിലും മറ്റും നമുക്ക് നല്ല പോലെ വളർത്തിയെടുക്കാനും പറ്റും. ഡ്രമ്മുകളിലാണെങ്കിൽ മഴവെള്ളം ഡ്രമ്മിൽ കെട്ടി നിൽക്കാത്ത വിധം ഡ്രമ്മിൻ്റെ അടിവശത്ത് ഹോളുകൾ അടഞ്ഞു പോകാതെ ശ്രദ്ധിക്കുകയും വേണം. പപ്പായ ചെടിയുടെ കളക്കിൽ വെള്ളം കെട്ടി നിന്നാൽ വേര് ചീയലും തണ്ട് ചീയലും അതുപോലെ രോഗങ്ങൾ വന്ന് ചെടി തന്നെ നശിച്ചു പോകാറുണ്ട്. പപ്പായ ചെടിക്ക് ജൈവ രീതിയിലുള്ള വളങ്ങളാണ് കൂടുതലും നല്ലത്. ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയും ആട്ടിൻ കാഷ്ടം, ചൂട് കളഞ്ഞ് കമ്പോസ്റ്റാക്കിയ കോഴിവളം എന്നിവയെല്ലാം ഈ ഒരു മഴക്കാലത്ത് പപ്പായ ചെടിക്ക് കൊടുക്കാൻ പറ്റുന്ന ജൈവ വളങ്ങളാണ്. വളങ്ങൾ ഇട്ട് കൊടുക്കുന്നത് മേൽമണ്ണിൽ ഇട്ട് കൊടുക്കാതെ മണ്ണൊന്ന് ചെറുതായി ഇളക്കിയതിന് ശേഷം വളം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മണ്ണ് കൊണ്ട് തന്നെ ഒന്ന് മൂടി കൊടുക്കുകയും വേണം. അതേപോലെ തന്നെ പപ്പായ ഇലകളിലും ചില സമയത്തൊക്കെ പപ്പായ കായകളിലും നിറയെ ഇലപ്പുള്ളി രോഗം പോലെ പുള്ളിക്കുത്തുകൾ വരുന്നുണ്ടെങ്കിൽ അത് ബോറോണിൻ്റെ കുറവ് മൂലമാണ്. അങ്ങനെയുള്ള അവസരങ്ങളിൽ ബോറോക്സ് പപ്പായയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ മതി. പപ്പായ ചെടിയിലെ ഇലകളെല്ലാം മഞ്ഞ കളറിലാവുകയാണെങ്കിൽ ഡോളോമേറ്റ് 100 ഗ്രാം വീതം ഓരോ പപ്പായയുടെ ചുവട്ടിലും വിതറിക്കൊടുത്ത് മണ്ണൊന്ന് ഇളക്കി മണ്ണുമായി മിക്സ് ആക്കുകയും വേണം. അതേപോലെ തന്നെ തേങ്ങാ വെള്ളത്തിൽ സ്യൂഡോമോണസ് കലക്കി 4 മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം ചെടിയുടെ ഇലകളിൽ തളിച്ചു കൊടുത്താൽ ഇലവാട്ടം പോലുള്ള രോഗങ്ങളെ അകറ്റി നിർത്താൻ പറ്റും. മഴക്കാലത്ത് പപ്പായയിൽ കാണുന്ന മറ്റൊരു പ്രശ്നമാണ് കുമിൾ രോഗങ്ങൾ. വേരുകൾക്ക് ക്ഷതം സംഭവിക്കുകയോ വെള്ളം തടത്തിൽ കെട്ടി നിൽക്കുകയോ ചെയ്താലാണ് കൂടുതലായും കുമിൾ രോഗങ്ങൾ ചെടികളിൽ വരുന്നത്. അങ്ങനെ കുമിൾ രോഗം കണ്ടു കഴിഞ്ഞാൽ സാഫ് പോലെയുള്ള ഫംഗിസൈഡ് അതല്ലെങ്കിൽ കാൽസ്യം നൈട്രേറ്റും ബോറോൺ മിക്സും മഴയില്ലാത്ത സമയത്ത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതും നല്ലതാണ്. പപ്പായയിൽ വിറ്റാമിൻ എ, വിറ്റാമിൻ B2, വിറ്റാമിൻ സി, അതേപോലെ തന്നെ കാൽസ്യവും ഫോസ്ഫറസും ഇരുമ്പും അടങ്ങിയിട്ടുണ്ട്. ആയുർവേദത്തിലും പപ്പായ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ വീടുകളിൽ മാംസാഹാരം പാകം ചെയ്യുമ്പോൾ കറികളിൽ പച്ച പപ്പായ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്താൽ മാംസം പെട്ടെന്ന് വേവിച്ചെടുക്കാൻ കഴിയാറുണ്ട്. പഴുത്ത പപ്പായ കൊണ്ട് രുചികരമായ ജാം ഉണ്ടാക്കുവാനും സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാനും ധാരാളമായി ഉപയോഗിച്ചു വരുന്നു. പപ്പായ പഴുക്കാറായാൽ പൊട്ടിച്ചെടുത്ത് ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തിനകം പൂർണ്ണമായും പഴുക്കുകയും നല്ല നിറം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ മഴക്കാലത്ത് പപ്പായ കൃഷിയിൽ ശ്രദ്ധിക്കാനുള്ളത് ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും അതേപോലെ തന്നെ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനുള്ള പ്രതിവിധിയും ചെയ്യുക എന്നതാണ്. ഇല മഞ്ഞളിപ്പും കുരുടിപ്പും പോലെയുള്ള രോഗങ്ങൾ രൂക്ഷമായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെ രക്ഷിച്ചെടുക്കാൻ നമുക്ക് പ്രയാസമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള ചെടികളിലേക്ക് വ്യാപിക്കുന്നതിന് മുമ്പായി തന്നെ രോഗമുള്ള ചെടിയെ വേരോടെ പിഴുത് നശിപ്പിക്കുക തന്നെ വേണം. അപ്പോൾ നല്ല ശ്രദ്ധയോടെ പപ്പായ ചെടിയെ വളർത്തിയെടുത്താൽ 3-4 വർഷം വരെ തന്നെ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് വിളവ് ലഭിക്കും. നല്ല മൂത്ത് പഴുത്ത പപ്പായയുടെ വിത്ത് പാകി വീണ്ടും നല്ല പപ്പായ നട്ട് വളർത്തുവാനും പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതട്ടെ. ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.